നമസ്കാരം, സാബ് റസോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ബനാന സ്റ്റീം കേക്കാണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഗോതമ്പ് പൊടി 250 ഗ്രാം, ഏത്തപ്പഴം ഒരെണ്ണം, മുട്ട ഒരെണ്ണം, ശർക്കര ഉരുക്കിയത് 1 കപ്പ്, പാൽപ്പൊടി 3 ടീസ്പൂൺ, നെയ്യ് 1 ടീസ്പൂൺ, ഉപ്പ് 1 നുള്ള്, വാനില എസൻസ് 4 തുള്ളി, പിന്നെ കശുവണ്ടിയും കിസ്മിസും. ഇതിൽ പാൽപ്പൊടിക്ക് പകരം നമുക്ക് പാലും ഉപയോഗിക്കാവുന്നതാണ്. ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചത് മിക്സി ജാറിലേക്ക് ഇടുക. ഇനി അതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ 3 ടീസ്പൂൺ പാൽപ്പൊടിയും ചേർക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ നെയ്യ്, 4 തുള്ളി വാനില എസൻസ്, ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്, 1 കപ്പ് ശർക്കര ഉരുക്കിയതും, പിന്നെ 1 നുള്ളു ഉപ്പും കൂടെ ചേർക്കുക. ശേഷം ഇത് 2 മിനിറ്റ് മിക്സിയിൽ അടിക്കുക. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് 250 ഗ്രാം ഗോതമ്പ് പൊടി എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ മിക്സിയിൽ അടിച്ചു വെച്ച ബനാന മിക്സ്ചർ ഒഴിക്കുക. ശേഷം നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഇതുപോലെ പാകത്തിനാക്കുക. ഇനി ഒരു പാത്രം എടുത്ത് അതിൽ നെയ്യ് പുരട്ടുക. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മിശ്രിതം ഒഴിക്കുക. ഇതിലിനി നമുക്ക് കശുവണ്ടിയും കിസ്മിസും വിതറാം. ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളമെടുത്ത് തിളപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് ഈ കൂട്ടൊഴിച്ച് വെച്ച പാത്രം ഇറക്കി വെക്കുക. ശേഷം ഒരു പാത്രം വെച്ച് മൂടുക. പാത്രം അല്ലെങ്കിൽ വാഴയില വെച്ച് മൂടാവുന്നതാണ്. ഇനി 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ സ്റ്റീം കൊള്ളിക്കുക. ശേഷം പുറത്തെടുത്ത് ചൂടാറാൻ വെക്കുക. ഇതാ ടേസ്റ്റിയും ഹെൽത്തിയുമായ ബനാന സ്റ്റീം കേക്ക് റെഡിയായിരിക്കുകയാണ്.